My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK സെക്കൻഡ് പ്രോപ്പർട്ടി മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ടാക്സ് ഇമ്പാക്റ്റ്? നിങ്ങളുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ബൈറ്റ്ലെറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പ്രകാരം നിങ്ങളുടെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താണോ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. നിങ്ങളൊരു കൺസിഡറേഷൻ പ്രകാരമല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് മാർക്കറ്റ് വാല്യൂ വെച്ചാണ്. പലപ്പോഴും എസ്റ്റേറ്റ് ഏജൻസോ അല്ലെങ്കിൽ വാല്യൂവർക്ക് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് വെച്ച് ആ ഡിഫറൻസിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് മോർഗേജിന് നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. ഇനി മോർഗേജ് ഇല്ല എങ്കിൽ നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഇതേ രീതിയിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഇനി നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ മക്കൾ താമസിക്കുകയാണെങ്കിൽ UK ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കുമ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ആ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നതുകൊണ്ട് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി നിങ്ങളുടെ മക്കൾ അത് ബൈറ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ റെൻ്റൽ ഇൻകത്തിന് സാധാരണ പോലെ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. പ്രോപ്പർട്ടി ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പേരൻസ് മരണപ്പെട്ടെങ്കിൽ പ്രോപ്പർട്ടിക്ക് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാകും. അതായത് ഇൻഹെറിറ്റൻസ് ടാക്സ് UK 40% ആണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ മക്കൾക്ക് 3,25,000 മുകളിൽ കൊടുക്കുമ്പോൾ അതിന് 40% ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ നിങ്ങളുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഒരു ഗിഫ്റ്റിലൂടെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുകയും നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് പേരൻസ് മരിച്ചതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സിൽ നിന്ന് എക്സംപ്ഷൻ കിട്ടുകയുള്ളൂ. ഇത് പ്രകാരം നിങ്ങളുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാകും. മോർഗേജ് ഇല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടാകില്ല. ഇനി നിങ്ങൾ ബൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം വരുന്നുണ്ട്. നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ നിങ്ങൾ 7-year റൂള് പാലിക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ഇത്രയും കാര്യങ്ങളാണ് ടാക്സിൻ്റെ ആസ്പെക്റ്റിൽ സെക്കൻഡ് പ്രോപ്പർട്ടി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നുണ്ട്. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുവാനും ടാക്സ് ആൻഡ് ലീഗൽ അഡ്വൈസ് കിട്ടുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.